നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നീ കഴുകനെ പോലെ ഉയർന്നു പറന്നാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയാലും അവിടെ നിന്ന് നിന്നെ ഞാൻ താഴെ ഇറക്കും. ബൈബിളിലെ ഒരു വചനമാണ്. ജൂതരാഷ്ട്രത്തിന് നേരെ കൊലവിളി ഉയർത്തുന്ന ഇറാന്റെ ഓരോ തലവന്മാരെയും അരിഞ്ഞു വീഴ്ത്തുന്ന ഇസ്രയേൽ കുറിക്കുന്നതും ഇതേ വചനം. ജൂതരാഷ്ട്രം കത്തിക്കും, ജൂതന്മാരുടെ ഹൃദയത്തിൽ തീ പടർത്തുമെന്ന് ഖമനേയിക്ക് ശേഷം പൊതുമധ്യത്തിൽ വന്ന് ഇസ്രയേലിനെ വെല്ലുവിളിച്ച അലി ലാരിജാനിയും ചിതറി. വെല്ലുവിളിക്കുക, അടുത്ത നിമിഷം ചത്തൊടുങ്ങുക എന്ന നിലയിലേക്ക് ഇറാന്റെ തലവന്മാരുടെ ഗതി മാറിയിരിക്കുന്നു. ഇസ്രയേൽ ആക്രമണത്തിൽ ചിതറിത്തെറിച്ച ലാരിജാനിയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ പെറുക്കിക്കൂട്ടുകയാണ് ഇറാൻ സേന. തിരിച്ചടിക്കാൻ ഒരു ഗ്യാപ്പെങ്കിലും താടാ എന്നാണ് ഇറാൻ സേന കരഞ്ഞ് നിലവിളിക്കുന്നത്. ലാരിജാനിയുടെ മകനും കൊല്ലപ്പെട്ടു. പ്രതികാരത്തിന്റെ കുന്തമൊനയൊടിഞ്ഞു നിൽക്കുകയാണ് ഇറാൻ ഇപ്പോൾ. ഇസ്രയേൽ അമേരിക്ക സഖ്യത്തിനെതിരെ ഇനി എന്ത് നീക്കം വേണം? റവല്യൂഷണറി ഗാർഡ് പരിഭ്രാന്തിയിലാണ്. ഖമനേയിക്ക് ശേഷം ഇറാൻ സേനയെ നയിക്കുന്നത് ലാരിജാനിയായിരുന്നു. ആ തലയും വീണതോടെ വെള്ളിടിയേറ്റ് ഖമനേയി സൈന്യം. ഇസ്രയേൽ അമേരിക്ക വെറിയിൽ ഗൾഫിലേക്ക് കാടടച്ച് വെടിവെക്കുന്ന ഇറാൻ ഏറ്റവും വലിയ മണ്ടത്തരം കാണിച്ചു. അവരുടെ ആയുധപ്പുരയിലെ മിസൈൽ ശക്തി ഗൾഫിലേക്ക് പ്രയോഗിക്കുന്നു. ഇസ്രയേലിലേക്ക് അയക്കുന്ന മിസൈലുകൾ ആകാശത്ത് തന്നെ ജൂതപ്പട ചിതറിക്കുന്നു. അയൺ ഡോം, താഡ് സംവിധാനങ്ങളെ മറികടന്ന് ഇസ്രയേലിലേക്ക് വീഴുന്നത് ക്ലസ്റ്റർ ബോംബുകളും മറ്റു ചില മാരക ബോംബുകളും മാത്രമാണ്. ബാക്കിയെല്ലാം ആകാശത്ത് തന്നെ ചിതറിക്കുന്നുണ്ട് IDF. എന്നാൽ തൊട്ടിപ്പുറത്ത് ഇസ്രയേലും അമേരിക്കയും ഇറാൻ ഭരണകൂടത്തിലെ തലകൾ ഒന്നൊന്നായി അരിഞ്ഞു വീഴ്ത്തി ഭരണകൂടത്തിന്റെ ശക്തി ക്ഷയിപ്പിക്കുന്നു. ഇറാൻ സൈന്യത്തിന്റെ മനോവീര്യം കെടുത്തുന്നു. ഇറാന്റെ ആയുധങ്ങൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ ഇടിച്ചും പൊരുതിയും നിൽക്കുന്നുവെന്ന് പറയുമ്പോഴും ഇറാന്റെ സൈനിക ശക്തി കാര്യമായി കുറഞ്ഞിട്ടുണ്ട്. ഇനിയൊരു 10 വർഷത്തേക്ക് വലിയ പ്രഹരശേഷി ഇറാൻ ഉണ്ടാകില്ല എന്നാണ് യുദ്ധവിദഗ്ധർ പോലും വ്യക്തമാക്കുന്നത്. ഇറാന്റെ പിടിവള്ളി ഹോർമുസ് കടലിടുക്കും ചെങ്കടലും ബാബേൽ മന്ദേബുമാണ്. ഇത് പാരിസ്ഥിതികമായി ഇറാനുള്ള കരുത്താണ്. അവിടെ അടച്ചുപൂട്ടി അമേരിക്ക ഇസ്രയേൽ സഖ്യത്തെ സമ്മർദ്ദത്തിലാക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ലോക വിപണി നിലം പൊത്തിയാൽ അമേരിക്കയ്ക്ക് സമാധാന ചർച്ചയ്ക്ക് വഴങ്ങേണ്ടി വരും. അതിലാണ് ഇനി ഇറാന്റെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെയാണ് ഹോർമുസിൽ ഇങ്ങനെ ഇറാൻ കൈപ്പിടി അമർത്തുന്നതും. ലാരിജാനി വീണതോടെ മറ്റൊരു പ്രതികാര ശബ്ദമാണിപ്പോൾ ഇസ്രയേൽ അമേരിക്ക സഖ്യത്തിന് നേരെ ചീറിക്കൊണ്ടിരിക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂവെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുടെ കൊലവിളി. ആഗോള പ്രത്യാഘാതങ്ങളുടെ തരംഗം ആരംഭിച്ചിട്ടേ ഉള്ളൂ. സമ്പത്ത്, വിശ്വാസം, വംശം എന്നിവ പരിഗണിക്കാതെ എല്ലാവരെയും ഇത് ബാധിക്കും. ഇറാനിയൻ വിദേശകാര്യമന്ത്രിയുടെ ചാട്ടുളി പോലത്തെ വാക്കുകളാണിത്. അരാഗ്ചിയും പക്ഷേ താമസിയാതെ പടമാകും. കാരണം ലാരിജാനിക്ക് ശേഷം ഇസ്രയേൽ സ്കെച്ചിട്ടിരിക്കുന്നത് മറ്റാരെയുമല്ല, വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയെ തന്നെയാണ്. ഇറാനിലെ ആണവ രഹസ്യങ്ങളുടെ സൂത്രധാരനാണ് അബ്ബാസ് അരാഗ്ചി. ഭരണകൂടത്തിൽ അവശേഷിക്കുന്ന ഖമനേയി ശിങ്കിടികളെ ലക്ഷ്യം വെച്ച് നടത്തിയ അറ്റാക്കിലാണ് ലാരിജാനിയെ തീർത്തത്. ഇറാനിൽ നിന്ന് അപ്രത്യക്ഷമായ സമ്പുഷ്ടീകരിച്ച യുറേനിയം എവിടെയാണുള്ളത്? ആണവ പരീക്ഷണം എവിടെയാണ് നടക്കുന്നത്? ഇറാന്റെ ആണവ പരീക്ഷണത്തിന് റഷ്യൻ സഹായമുണ്ടോ? ഏത് ഘട്ടം വരെ പരീക്ഷണം എത്തി? ഇതിനെക്കുറിച്ചെല്ലാം അരാഗ്ചിക്ക് വ്യക്തമായ അറിവുണ്ട്. നെതന്യാഹു ഇത് കട്ടായം പറയുകയും ചെയ്യുന്നുണ്ട്. ആണവ കേന്ദ്രങ്ങൾ തകർക്കുന്നതിനോടൊപ്പം ആണവ പരീക്ഷണങ്ങളുടെ സൂത്രധാരന്മാരെ ഇല്ലാതാക്കണം. ഇസ്രയേൽ ഭരണകൂടത്തിന്റെ ആത്യന്തിക ലക്ഷ്യം തന്നെ ഇതാണ്. ഇസ്രയേൽ അമേരിക്ക സഖ്യത്തിനെതിരെ ഇറാനിൽ നിന്ന് ഉയരുന്ന ഉറച്ച ശബ്ദം അരാഗ്ചിയുടേതാണ്. ആണവ കരാറിൽ അമേരിക്കൻ ഭീഷണി കയ്യിൽ വെച്ചാൽ മതിയെന്ന് പല ആവർത്തി അരാഗ്ചി തുറന്നടിച്ചിരുന്നു. പ്രകോപനമില്ലാതെ, ന്യായീകരണമില്ലാതെ നിയമവിരുദ്ധമായി അവർ ഈ യുദ്ധം ആരംഭിച്ചു. ഞങ്ങൾ ചെയ്യുന്നത് നിയമാനുസൃതമായ പ്രതിരോധം മാത്രമാണ്. സ്വയം പ്രതിരോധിക്കാൻ ഞങ്ങൾക്ക് എല്ലാ അവകാശവുമുണ്ട്. ഞങ്ങളോട് ആക്രമണം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുന്നത് ന്യായമല്ല. യുദ്ധത്തിന് ഒരു സ്ഥിരമായ അന്ത്യമുണ്ടാകണം. അത്തരമൊരു ഘട്ടത്തിൽ എത്തുന്നതുവരെ ഞങ്ങളുടെ ജനങ്ങളുടെ സുരക്ഷയ്ക്കായി പോരാടുന്നത് തുടരേണ്ടതുണ്ടെന്ന് ഞാൻ കരുതുന്നു. US-ഉം ഇസ്രയേലും ഇറാൻ ആക്രമണം തുടങ്ങി 9ാം ദിവസം അബ്ബാസ് അരാഗ്ചി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ഇതേ ദിവസം തന്നെയായിരുന്നു ഇസ്രയേലിന്റെ ഹൃദയത്തിൽ തീ പടർത്തുമെന്ന് അലി ലാരിജാനി വെല്ലുവിളിച്ചത്. പക്ഷേ 18ാം നാൾ ലാരിയുടെ തല പിളർന്നു. അരാഗ്ചിയുടെ കാര്യത്തിൽ എന്താണ് ഇസ്രയേൽ കണക്ക് കൂട്ടിയിരിക്കുന്നത്? അത് കണ്ടറിയണം. എന്തായാലും സ്കെച്ചിട്ടിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കാരണം അലി ലാരിജാനി കഴിഞ്ഞാൽ ഇനി ശക്തമായ ഒരു നേതാവ്, ശക്തനായ ഒരു എതിരാളി, അത് അബ്ബാസ് അരാഗ്ചിയാണ്.
അതുകൊണ്ട് തന്നെ അരാഗ്ജിയെ മൊസാദ് സ്കെച്ചിട്ടു എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ IRGC ഇപ്പോൾ അബ്ബാസ് അരാഗ്ജിയെ സുരക്ഷിത ഇടത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ അബ്ബാസ് അരാഗ്ജിയും മസൂദ് പെസഷ്ക്യാനും ഒക്കെ ഇറാനിലെ റോഡിലൂടെ ഇറങ്ങി വലിയൊരു റോഡ് ഷോ നടത്തിയിരുന്നു. ഞങ്ങൾക്ക് ഇസ്രയേൽ അമേരിക്കൻ ആക്രമണത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് കാണിക്കാനായിരുന്നു ഈ ഒരു റോഡ് ഷോ. പക്ഷേ ലാരിജാനിയുടെ തല വീണതോടെ ഇപ്പോൾ അബ്ബാസ് അരാഗ്ജിയും പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാനും മാളത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഖമനേയി ഉൾപ്പെടെ ഇറാൻ ഭരണകൂടത്തിലെ തലകളെല്ലാം വീണിട്ടും തിരിച്ച് കാര്യമായ ഒരു അടി ഇസ്രയേലിനോ അമേരിക്കയ്ക്കോ കൊടുക്കാൻ കഴിയാത്ത മാനക്കേടിലാണ് ഇറാനുള്ളത്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തലയെടുക്കുമെന്ന വെല്ലുവിളി ഉണ്ടെങ്കിലും ഇസ്രയേൽ ഭരണകൂടത്തിലെ ഒരു തല പോലും എടുക്കാൻ ഇറാന് കഴിഞ്ഞിട്ടില്ല. ഇറാന്റെ ഇന്റലിജൻസ് രഹസ്യാന്വേഷണ സംഘം തലയും കുത്തി നിന്നിട്ടും ഇസ്രയേൽ ഭരണകൂടത്തിലുള്ളവരെ തൂക്കാനോ തൊടാനോ, എന്തിന് ജൂത സൈന്യത്തിലെ ഉന്നതരെ പോലും കൈവയ്ക്കാനോ ഇറാന് കഴിഞ്ഞിട്ടില്ല. അതിന് കാരണം ഇറാന്റെ ഇന്റലിജൻസ് സംവിധാനത്തിന്റെ തന്ത ഇസ്രയേലാണ്. ലോകം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് മിസൈലുകളും വ്യോമാക്രമണങ്ങളും കൊണ്ട് പരസ്പരം നശിപ്പിക്കാൻ തുനിയുന്ന ഇസ്രയേലിനെയും ഇറാനെയുമാണ്. എന്നാൽ ഇരു രാജ്യങ്ങളും ചങ്ങാത്തത്തിലിരുന്നൊരു ചരിത്രമുണ്ട്. ഇസ്രയേൽ രൂപീകൃതമായ ശേഷം അതിനെ അംഗീകരിച്ച രണ്ടാമത്തെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യം ഇറാനായിരുന്നു. 30 വർഷത്തോളം ഇവർ കൈകോർത്ത് ഒരുമിച്ച് നിന്നു. ഇസ്രയേലിന് ആവശ്യമായ എണ്ണ ഇറാൻ നൽകി. പകരമായി ഇറാനു വേണ്ട സാങ്കേതിക സഹായങ്ങൾ ഇസ്രയേലും നൽകി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മൊസാദ് മാതൃകയിൽ തങ്ങൾക്കും ഒരു രഹസ്യാന്വേഷണ സംഘം വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ച ഇറാന് അത് സാധ്യമാക്കി കൊടുത്തത് ഇസ്രയേലാണ്. അതാണ് ഞാൻ മുൻപ് പറഞ്ഞത്, ഇറാന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ തന്ത ഇസ്രയേലാണെന്ന്. ഇറാന്റെ രഹസ്യാന്വേഷണ സംഘം എവിടെ വരെ ചിന്തിക്കും, ഏതറ്റം വരെയും പോകുമെന്ന് മൊസാദിന് കൃത്യമായി അറിയാം. ലാലേട്ടന്റെ ഒരു സിനിമയിലെ ഡയലോഗ് ഉണ്ടല്ലോ, നീ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ചു തുടങ്ങുമെന്ന്. അക്ഷരാർത്ഥത്തിൽ അതാണ് അവസ്ഥ. മൊസാദിനാകട്ടെ ഇറാനിലെ മുക്കും മൂലയും വരച്ചു വെച്ചേക്കുന്നത് പോലെ അറിയാം. 2025 12 ദിവസം ഇസ്രയേൽ ഇറാൻ യുദ്ധം നടന്നപ്പോൾ ലോകം കണ്ടതായിരുന്നു മൊസാദിന്റെ ചാരവലയത്തിന്റെ ശക്തി. ഇറാന്റെ ആകാശത്തേക്ക് കടന്നു കയറി ഇസ്രയേൽ പോർ വിമാനങ്ങൾ നിലയുറപ്പിച്ചിട്ടും ടെഹ്റാനിലേക്ക് ടാങ്കറുകളിൽ സ്ഫോടക വസ്തുക്കളുമായി മൊസാദ് നുഴഞ്ഞു കയറിയിട്ടും ഇറാൻ അറിഞ്ഞില്ല. സ്ഫോടനം നടന്നതിന് ശേഷമാണ് ഇസ്രയേൽ ടെഹ്റാന്റെ കരയും ആകാശവും കീഴടക്കിയ സത്യം ഇറാൻ രഹസ്യാന്വേഷണ വിഭാഗം അറിയുന്നത്. എന്നാൽ അപ്പോഴേക്കും ഇറാനിൽ നിറയെ മൊസാദ് ചാരന്മാർ കയറിയിരുന്നു. ഇറാൻ ഭരണകൂടത്തിലും മൊസാദ് ചാരന്മാരുണ്ട്. എന്തിനേറെ ഇറാന്റെ മൊസാദ് വിരുദ്ധ രഹസ്യാന്വേഷണ വിഭാഗം മേധാവി ഇസ്രയേൽ ചാരനായിരുന്നു. ഇറാൻ മുൻ പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദി നജാദ് തന്നെയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. ലോകമന്ന് ഞെട്ടിപ്പോയി. അത്രത്തോളം ശക്തമായ ഒരു മൊസാദ് സംഘം ഇസ്രയേലിനുണ്ട്. അതിനെ മറികടന്നുകൊണ്ട് ഇറാന് ചെറുവിരൽ അനക്കാൻ കഴിയില്ല. അതൊരു സത്യമാണ്. 1950കളിൽ ഇറാൻ ഭരിച്ചിരുന്ന ഷാ ഭരണകൂടം അമേരിക്കയുമായും ഇസ്രയേലുമായും അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. എന്നാൽ 1951 മുഹമ്മദ് മുസാദിഖ് പ്രധാനമന്ത്രിയായതോടെ ബന്ധത്തിൽ വിള്ളൽ വീണു. എണ്ണ സമ്പത്ത് ദേശസാൽക്കരിക്കാനുള്ള മുസാദിഖിന്റെ തീരുമാനം ബ്രിട്ടനെയും അമേരിക്കയെയും ചൊടിപ്പിച്ചു. തുടർന്ന് CIA നടത്തിയ ഓപ്പറേഷൻ അജാക്സ് എന്ന അട്ടിമറിയിലൂടെ മുസാദിഖ് പുറത്താക്കപ്പെടുകയും ഷാ ഭരണകൂടം പൂർണ്ണ നിയന്ത്രണം തിരിച്ചുപിടിക്കുകയും ചെയ്തു. ഇതോടെ ഇസ്രയേലിന് ഇറാനിൽ നിന്ന് സുഗമമായി എണ്ണ ലഭിച്ചു തുടങ്ങി. ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ബന്ധം ഊട്ടിയുറപ്പിക്കപ്പെട്ടു. 1950കളുടെ അവസാനത്തിൽ ബെൻഗുറിയോണും ഷായും കെട്ടിപ്പടുത്ത സൈനിക രഹസ്യാന്വേഷണ രംഗത്തെ ഇറാൻ ഇസ്രയേൽ സൗഹൃദം 1979 ഇസ്ലാമിക വിപ്ലവം വരെ ദൃഢമായി നീണ്ടുനിന്നു. പിന്നീട് ഷായെ പുറത്താക്കി ആയത്തുള്ള റൂഹല്ല ഖൊമേനി അധികാരത്തിൽ വന്നതോടെയാണ് ഇസ്രയേലുമായി ബന്ധം വഷളാകുന്നത്. ആയത്തുള്ള ഭരണത്തിൽ ലോകം വിറയ്ക്കുന്ന ഒരു പ്രഖ്യാപനം വന്നു: ജൂതരാഷ്ട്രം കത്തിക്കും. ഇതോടെ ഇസ്രയേൽ ഇറാനെ തീർക്കാനും ഇറാൻ ഇസ്രയേലിനെ തീർക്കാനുമുള്ള ചോര വീഴ്ത്തുന്ന ആക്രമണങ്ങളുടെ ചരിത്രം തുടങ്ങുകയായിരുന്നു. നയതന്ത്ര നീക്കങ്ങൾക്കുള്ള സാധ്യതകൾ തുറന്നിട്ടുകൊണ്ട്, എന്നാൽ ഇറാൻ ഒരു കാരണവശാലും ആണവായുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നില്ലെന്ന്, ആണവ ത്രെട്ട് ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട്
സമാധാന ചർച്ചകളാണ് ഇനി നടക്കേണ്ടത്. അതിന് ഗൾഫ് രാജ്യങ്ങളാണ് മുൻകൈ എടുക്കേണ്ടത്. പക്ഷേ ഗൾഫ് രാജ്യത്തിനും അനങ്ങാൻ കഴിയുന്നില്ല. കാരണം ഇറാന്റെ ആക്രമണം. ഇസ്രയേലിനെ ഇറാൻ അംഗീകരിക്കുക. ജൂതരാഷ്ട്രം എന്നത് ഒരു റിയാലിറ്റിയാണ്. അല്ലാതെ ഡെത്ത് ടു ഇസ്രയേൽ എന്ന വങ്കത്തം പറയാതെ ഇസ്രയേലിനെ അംഗീകരിക്കുക. തിരിച്ച് ഇസ്രയേലും ഇറാന്റെ പരമാധികാരം അംഗീകരിച്ചാൽ മാത്രമേ പശ്ചിമേഷ്യ ശാന്തമാകൂ. എന്നാൽ ഇവിടെ നടക്കുന്നത് ജൂതരാഷ്ട്രം കത്തിക്കും, ജൂതന്റെ ഹൃദയത്തിൽ തീ പടർത്തുമെന്ന് നൂറ്റാണ്ടുകളായി പറഞ്ഞുകൊണ്ട് ചതിയിലൂടെയും പ്രോക്സികളെ ഇറക്കി ഭീകരാക്രമണങ്ങൾ നടത്തിയും ഇസ്രയേലിനെ ഇല്ലാതാക്കാൻ ഇറാന്റെ പദ്ധതികളാണ്. ഇന്നിപ്പോൾ ഇറാൻ മേടിച്ചു കൂട്ടുന്ന അടി 2023 ഒക്ടോബർ 7 ഹമാസിനെ ഇറക്കി ഇസ്രയേലിൽ നടത്തിയ ചോരക്കളിക്കുള്ള മറുപടിയാണ്. പരമോന്നത നേതാവ് ഖമനേയി ഉൾപ്പെടെ പടമായത് കയ്യിലിരിപ്പ് കൊണ്ടാണ്. നിലനിൽപ്പിന് വേണ്ടി ഞങ്ങൾ ആയുധമെടുത്തുവെന്ന് ഇസ്രയേൽ പറയുന്നു. ആയുധം താഴെ വെച്ചാൽ ഇറാൻ എന്ന ഭീകര രാഷ്ട്രം ജൂതരാഷ്ട്രം കത്തിക്കും. ഈ പോരാട്ടം നിലനിൽപ്പിന് പിന്നോട്ടില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചു പറയുന്നു. മധ്യസ്ഥതയുടെ വാതിലുകളും അടഞ്ഞിരിക്കുന്നു. അലി ലാരിജാനിയെ വധിച്ചതിന് പ്രതികാരം ചെയ്യുമെന്നാണ് IRGCയുടെ കൊലവിളി. ഇന്ന് രാത്രി ശത്രുവിൻ്റെ ആകാശം നിങ്ങൾക്ക് കൂടുതൽ വർണ്ണാഭമായിരിക്കുമെന്ന് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിന്റെ എയർഫോഴ്സ് കമാൻഡർ സർദാർ മൗസവി വെല്ലുവിളിച്ചിരിക്കുന്നത്. വേഗത്തിലുള്ള തിരിച്ചടിക്കും അദ്ദേഹം ആഹ്വാനം ചെയ്തു. പിന്നാലെ ആക്രമണം ആരംഭിച്ചതായി IRGC അറിയിക്കുകയും ചെയ്തു. ടെല്ലവീവിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇസ്രയേലിൽ വിവിധയിടങ്ങളിൽ മിസൈലുകൾ പതിച്ചും അവശിഷ്ടങ്ങൾ പതിച്ചും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. 1 ഇഞ്ച് പിന്നോട്ടേക്കില്ലാതെ ഇരു രാജ്യങ്ങളും കൊലവെറിയിൽ നിൽക്കുന്നു. അപ്പോഴും കൊടിയ നഷ്ടം ഇറാന്. അവരുടെ സകല ശക്തിയും ക്ഷയിക്കുന്നു, തലകൾ ഒന്നൊന്നായി വീഴുന്നു. കാലം ചരിത്രം മാറ്റിയെഴുതും. പഴയ മുറിവുകൾ ഉണക്കും. പുതിയ മുറിവുകൾ ഉണ്ടാവുകയും ഉണ്ടാക്കപ്പെടുകയും ചെയ്യും. അത്തരത്തിൽ കാലാന്തരത്തിലുണ്ടായ മുറിവാണ് ഇസ്രയേലും ഇറാനും തമ്മിലുള്ളത്. പശ്ചിമേഷ്യയിലെ 2 പ്രബല രാജ്യങ്ങളായ ഇസ്രയേലും ഇറാനും ഇന്ന് ഏറ്റവും വലിയ ശത്രുക്കളാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.